ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെയാണ് നമ്മുടെ സ്വപ്ന ജോലി നേടിയെടുക്കാനുള്ള ലോ ഓഫ് അട്രാക്ഷൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസുകളാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഒപ്പം ഈ പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സ്വപ്നം 2024 അല്ലെങ്കിൽ 2025 നേടിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പം നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി പഠനവും പ്രാക്ടീസുകളും മുന്നോട്ട് കൊണ്ടുപോവുക. എൻ്റെ പ്രാർത്ഥന നിങ്ങളെല്ലാവരുടെയും കൂടെയുണ്ട്. നിങ്ങൾ ഈ പ്രാക്ടീസുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ ഇതുവരെയുള്ള വിജയത്തിന് നിങ്ങളെല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയും അതുണ്ടാകുന്നതിന് പരിപൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക്. എല്ലാത്തിനും ഒരുപാട് നന്ദി പറയുകയാണ്. എൻ്റെ അറിവുകൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിജയവും സന്തോഷവും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോ പ്രാക്ടീസ് ചെയ്യുമ്പോഴും എന്തിനു വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് നേടിയെടുത്ത് കഴിഞ്ഞ ഒരാളായി മാറി പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ക്ഷമയോടുകൂടി ആ റിസൾട്ടിനായിട്ട് കാത്തിരിക്കുക. പ്രാക്ടീസുകൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പ്രാക്ടീസുകളിലേക്ക് വരാം. നമുക്കറിയാം, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല സ്റ്റെപ്പുകളുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഫോർമേഷൻ പ്രാക്ടീസ് ചെയ്യുക, സ്ക്രിപ്റ്റിംഗ്, അതുപോലെ വിഷ്വലൈസേഷൻ, ഏതെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുക, സ്വിച്ച് വേർഡ്, ഇങ്ങനെയുള്ള കുറേ സ്റ്റെപ്പുകളുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് വരാം. ഗ്രാറ്റിറ്റ്യൂഡ് അഫോർമേഷൻ പറയാം നമുക്ക്. ഇത് ഞാൻ ഈ പറയുന്ന അഫോർമേഷൻ 5 എണ്ണം മാത്രമേ ഉള്ളൂ. ഇത് ഡെയിലി നിങ്ങൾ ഓരോ തവണ എഴുതാൻ ശ്രമിക്കുക. എഴുതുന്നതാണ് ഏറ്റവും റിസൾട്ട് കിട്ടാൻ നല്ലത്. ഇനി എഴുതാൻ സമയം തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം പറയുക കേട്ടോ. ഒരു തവണയല്ലേ ഉള്ളൂ, എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ടൈം ആൻഡ് എഫേർട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. കഴിയുന്നതും എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ എഴുതിയെടുത്തോളൂ. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ അബണ്ടൻസ് ആൻഡ് ബ്ലെസ്സിങ്സ് ഇൻ മൈ ലൈഫ്. ആദ്യം ഉള്ളതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഏത് കർമ്മവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ എഴുതുക, ഐ ആം so grateful for all the abundance and blessings in my life. I am so grateful for all the abundance and blessings in my life. I am so grateful to have my government job. അപ്പം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതിനാണ് നിങ്ങൾ ഇനി ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. I am so grateful to have my government job. Okay, next, thank you universe for making me a successful person. Thank you universe for making me a successful person. I welcome this government job in my life with full positivity. I welcome this government job in my life with full positivity. Okay, I am living my dream life. Thank you universe. I am living my dream life. Thank you universe. ഇത് ഞാൻ വെറുതെ അധികം ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു സന്തോഷമൊന്നും ഇല്ലാതെയാണ് ഈ സെൻറ്റൻസുകളൊക്കെ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ അത്രയും സന്തോഷത്തിൽ, ഇതൊരു ജോബ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതുന്നതാണ് രണ്ടാമത്തെ അഫോർമേഷൻ മുതൽ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത്രയും സന്തോഷത്തിൽ എഴുതുക കേട്ടോ. താങ്ക് യു യൂണിവേഴ്സ് ഫോർ മേക്കിംഗ് മീ എ സക്സസ്ഫുൾ പേഴ്സൺ. അതൊക്കെ പറയുമ്പോൾ നിങ്ങൾ സക്സസ് ആണ്, അത്രയും ഫീലിംഗ് കൊടുത്ത് പറയുക കേട്ടോ. അപ്പോൾ ഡെയിലി എഴുതാൻ ശ്രമിക്കുക. അടുത്ത സ്റ്റെപ്പിലേക്ക് വരാം. സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം, ഈ സ്ക്രിപ്റ്റിംഗ് ഒരു മാനിഫെസ്റ്റേഷൻ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പവർഫുൾ പ്രാക്ടീസാണ്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിലെ പവർഫുൾ പ്രാക്ടീസുകളിലൊന്നാണ് ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് യൂണിവേഴ്സിനൊരു കത്ത് പോലെ അതിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതുന്നു എന്ന രീതിയിൽ നമ്മൾ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അത് നേടിയെടുത്ത് കഴിഞ്ഞ ഒരാൾക്ക് എത്ര സന്തോഷം, എത്ര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുമോ അത് നിങ്ങൾക്ക് അവിടെ പ്രകടിപ്പിക്കാൻ സാധിക്കണം. ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ അത്രയും സന്തോഷത്തോടു കൂടിയേ സ്ക്രിപ്റ്റിംഗ് എഴുതാവൂ കേട്ടോ. അപ്പോൾ അതിലും ആദ്യത്തെ സെൻറ്റൻസ് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. വളരെ സന്തോഷത്തോടും
വളരെ നന്ദിയോടും കൂടിയാണ് ഞാൻ ഈ എഴുത്ത് അങ്ങേക്ക് എഴുതുന്നത്. ഞാൻ ആഗ്രഹിച്ചതുപോലെ ആ ജോലി ഏതാണോ നിങ്ങളുടെ ആ ഒരു ജോബ്, അതിനെ വ്യക്തമായിട്ട് അവിടെ എഴുതുക. ആ ജോലിയിൽ ഞാനിന്ന് എനിക്ക് നിയമനം ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ജോലിയിൽ ഞാൻ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ പ്രവേശിച്ച് എനിക്ക് 1 മാസം ആയി, പ്രവേശിച്ചിട്ട് 1 മാസമായിരിക്കുന്നു. ഞാൻ ഫസ്റ്റ് സാലറിയും വാങ്ങിച്ചിരിക്കുന്നു. അത്രയും സന്തോഷകരമായൊരു നിമിഷത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇത്രയും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഞാൻ അങ്ങേക്ക് ഈ എഴുത്തെഴുതുന്നത്. അങ്ങയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വേഗത്തിലും എളുപ്പത്തിലും എനിക്ക് ജോലി നേടിയെടുക്കാൻ സാധിച്ചത്, എനിക്ക് നല്ലോണം പഠിക്കാൻ സാധിച്ചത്, എനിക്ക് ഏകാഗ്രത കിട്ടിയത്, എനിക്ക് ഓർമ്മശക്തി കിട്ടിയത്, എനിക്ക് ആത്മവിശ്വാസം ലഭിച്ചത്, ഇതെല്ലാം അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വേഗത്തിലും എളുപ്പത്തിലും ഈ ഒരു സ്വപ്ന ജീവിതത്തിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചതിന് ഞാൻ എന്നും ഈ ഭൂമിയിൽ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള നല്ല സെൻറ്റൻസ് എഴുതുക. എന്നിട്ട് നിങ്ങൾ അത് കുറച്ചുകൂടെ വിശദമാക്കി എഴുതുക. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ വളരെ ഏകാഗ്രതയോട് അങ്ങയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഓരോന്ന് പഠിക്കുമ്പോഴും എനിക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ഈ ജോബ് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടി എൻ്റെ കഴിവിൽ നിന്നുകൊണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു. അതുപോലെ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് ഞാൻ അങ്ങയോട് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് വളരെ ഈസി ആയിരുന്നു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ആ എക്സാം ഹാളിൽ നിന്നും ഏറ്റവും സന്തോഷത്തോടു കൂടി ഇറങ്ങിയ വ്യക്തി ഞാനായിരുന്നു. അത്രയ്ക്കും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഞാൻ റിസൾട്ട് നോക്കുമ്പോഴും ഞാൻ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സാം നോക്കുന്ന റിസൾട്ട് കണ്ട സമയത്ത് നിങ്ങൾ എത്ര ആഹ്ലാദം പ്രകടിപ്പിച്ചു എന്ന് ഞാനത് അമ്മയോട് പറയുമ്പോൾ എനിക്ക് ശരിക്കും അഭിമാനം തോന്നി. എൻ്റെ അമ്മയുടെ അനുഗ്രഹം അല്ലെങ്കിൽ അച്ഛൻ്റെ അനുഗ്രഹവും അഭിനന്ദനവും ഒക്കെ കേട്ടിട്ട് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു. ഏറ്റവും കൂടുതൽ അനുഗ്രഹീതമായ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് സാലറി വാങ്ങിച്ചുവെന്നും ആ സാലറിക്ക് നിങ്ങൾ വീട്ടിൽ വളരെ മനോഹരമായ പാർട്ടി നടത്തിയെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വാങ്ങിക്കൊടുത്തെന്നും അത് കൊണ്ട് കൊടുക്കുമ്പോൾ അവരെന്നെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എത്ര അനുഗ്രഹീതയാണ്. എൻ്റെ ഹാർഡ് വർക്കിലൂടെ അല്ലെങ്കിൽ അങ്ങയുടെ അനുഗ്രഹത്തിലൂടെ ഈ ഒരു നിമിഷം നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെയുള്ള അത് സത്യമാണെന്ന് എത്രത്തോളം വ്യക്തമാക്കാൻ പറ്റും അത്രത്തോളം സെൻറ്റൻസുകൾ ഉൾപ്പെടുത്തി ഏറ്റവും അവസാനം കുറേ ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എഴുതി ആ ലെറ്റർ സ്ക്രിപ്റ്റിംഗ് അവസാനിപ്പിക്കുക. ഇത് നിങ്ങൾ കുറേ ദിവസം സ്ക്രിപ്റ്റിങ് നിങ്ങൾ എഴുതുന്നത് എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പും രാവിലെ നിങ്ങൾ ഉണർന്ന് എഴുന്നേറ്റുടനെയും നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. വളരെ നല്ലതാണ് ഈ സമയത്ത് നമ്മൾ ആ സ്ക്രിപ്റ്റിങ് വായിക്കുന്നത്. ആ ചിന്തകളില്ലാത്ത നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ ഒരു കഥ പോലെ വായിച്ച് ഉള്ളിൽ പതിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അത് അപ്പോൾ സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞു. ഇനി വിഷ്വലൈസേഷൻ. ഈ എഴുതിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു കഥയായിട്ട് നിങ്ങൾ അവിടെ ജീവിക്കണം. അതൊക്കെ നിങ്ങൾ അനുഭവിക്കണം. അതായത് നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് സന്തോഷമായിട്ട് വരുന്നു, അത് കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കുന്നു, റിസൾട്ടിൽ നിങ്ങൾക്ക് നല്ല റാങ്ക് നിങ്ങളുടെ പേര് വരുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ തുള്ളിച്ചാടി നിങ്ങളുടെ അമ്മയോടും അച്ഛനോടും ഒക്കെ ഒന്ന് പറയുന്നില്ല. ആ സന്തോഷം ഇവിടെ ഇരുന്ന് ചിരിച്ച് നിങ്ങൾക്കത് നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ റിലേറ്റീവ്സിനോടൊക്കെ പോയി പറയില്ലേ, അല്ലെങ്കിൽ അവർ ചോദിക്കില്ലേ സന്തോഷം, അഭിനന്ദനം പറയില്ല, അത് നിങ്ങളുടെ ചെവിയിൽ കേൾക്കണം. അവർ പറയുന്ന അഭിനന്ദനവും അനുഗ്രഹവും ഒക്കെ നിങ്ങളുടെ ചെവിയിൽ കേൾക്കണം. പിന്നെ നിങ്ങൾ PSC ഓഫീസിലും മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുന്നതൊക്കെ ഇങ്ങനെ കാണും. ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെല്ലാ ക്വസ്റ്റ്യനും ആൻസർ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കാണണം. അത് കഴിയുന്നു. നിങ്ങൾക്ക് പോസ്റ്റ്മാൻ നിങ്ങൾക്ക് എന്ത് കൊണ്ട് തരുന്നു? ആ ലെറ്റർ, അപ്പോയിൻമെൻറ്റ് ഓർഡർ അല്ലേ, ആ ഒരു ലെറ്റർ നിങ്ങൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നു, നിങ്ങൾ ഫസ്റ്റ് ദിവസത്തെ സൈൻ ചെയ്യുന്നു, സന്തോഷമായിട്ട് ചെയറിലിരിക്കുന്നു. ഇതൊക്കെ വളരെ സന്തോഷത്തോടു വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഈ ഇത്രയും എനിക്ക് നൽകി എന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതോടുകൂടി നിങ്ങളിങ്ങനെ കാണുക, മനോഹരമായിട്ട് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അനുഗ്രഹം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. ഞാൻ പറയുമ്പോൾ പോലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. നിങ്ങളെല്ലാവരും സക്സസ് സ്റ്റോറിയുമായിട്ട് ഇതേ
വീഡിയോയുടെ താഴെ വരണം എന്ന് ഞാൻ പരിപൂർണമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നടക്കുകയും ചെയ്യും. ആത്മാർത്ഥമായിട്ട് പഠിക്കൂ, ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യൂ. ഈശ്വരൻ നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം സത്യമാക്കി മാറ്റും. അതുപോലെ നിങ്ങൾ 2024 അല്ലെങ്കിൽ 2025 ഉദ്യോഗസ്ഥരാണ്, അതിനൊരു സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് പ്രാക്ടീസൊക്കെ ചെയ്യുക. ഇനി അടുത്ത് വരുന്നത് ഏതെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുക. എഴുതുന്നത് അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജോബിന് നിങ്ങൾ 55x5 ടെക്നിക്ക് അല്ലെങ്കിൽ 33x3 ടെക്നിക്ക് ചെയ്യുക. ഓക്കെ, ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നിങ്ങൾ എന്നും എഴുന്നേൽക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റിട്ട് ഈ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ മനസ്സിന് ഏകാഗ്രത കിട്ടും. ആ ഫീലിംഗ് കുറച്ചുകൂടെ നന്നായിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആരും ശല്യപ്പെടുത്താൻ വരില്ലല്ലോ. ആ സമയമാകുമ്പോൾ ഏകാഗ്രതയോടുകൂടി ചെയ്യാൻ പറ്റും. പിന്നെ എന്നും അതേ സമയത്ത് തന്നെ നിങ്ങൾക്കത് ഫോളോ ചെയ്യാനും പറ്റും. അതുകൊണ്ട് കുറച്ച് മെനക്കെടാൻ തയ്യാറാകുക കേട്ടോ. 5 ദിവസം തുടർച്ചയായിട്ട് എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് പേപ്പർ കത്തിച്ച് കളയുമെന്ന് ചെയ്ത് നിങ്ങൾക്ക് ജോലി കിട്ടും. ജോലി കിട്ടിയിട്ട് അതിന് ശേഷം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി അത് വെള്ളത്തിലൊഴുക്കോ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 55x5 അല്ലെങ്കിൽ 33x3 ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി. ഇനി നമുക്ക് നേരെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വിച്ച് വേർഡിലേക്ക് വരാം. 3 സ്വിച്ച് വേർഡ്സ് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് സ്വിച്ച് വേർഡ് എഴുതിക്കോളൂ, ക്രിസ്റ്റൽ, ഗോഡ്സ്, ഹെൽപ്പ്, ഡിവൈൻ, ജോബ്, നൗ, ഡൺ. ഗോഡ്സ് ആണ്, GORSC. ഓക്കെ, ക്രിസ്റ്റൽ, ഗോഡ്സ്, ഹെൽപ്പ്, ഡിവൈൻ, ജോബ്, നൗ, ഡൺ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ക്രിസ്റ്റൽ, ഗോഡ്സ്, ഹെൽപ്പ്, ഡിവൈൻ, ജോബ്, നൗ, ഡൺ. ഓക്കെ, ഇനി സെക്കൻഡ് സ്വിച്ച് വേർഡ്, ടുഗെദർ, ഫൈൻഡ്, ഡിവൈൻ, ജോബ്, കൗണ്ട്, നൗ. ടുഗെദർ, ഫൈൻഡ്, ഡിവൈൻ, ജോബ്, കൗണ്ട്, നൗ. അടുത്ത മൂന്നാമത്തത്, ഡിവൈൻ സെലക്ഷൻ നൗ. ഡിവൈൻ സെലക്ഷൻ നൗ. ഇതിൽ ഏത് നിങ്ങൾ സെലക്ട് ചെയ്താലും ഏത് പ്രാക്ടീസ് ചെയ്താലും വളരെ അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കുക. എനിക്ക് ഏതൊക്കെ കാര്യത്തിൽ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും, എനിക്ക് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, എനിക്ക് ജോലി നേടിയെടുക്കാൻ പറ്റും, എനിക്ക് ഭൂമിയിൽ എനിക്ക് സ്വപ്ന ജോലി നേടിയെടുത്ത് വളരെ മനോഹരമായിട്ട് സമ്പദ് സമൃദ്ധിയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാനും സാധിക്കും. ഈ വിശ്വാസമാണ് നിങ്ങൾ ഈ പ്രാക്ടീസുകളെല്ലാം സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കി മാറ്റും. ഇത്രയും വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു സ്വിച്ച് വേർഡ് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക, കഴിയുന്നതും എഴുതാൻ ശ്രമിക്കുക. അതുപോലെ ഇതിലേതെങ്കിലും പഠിക്കുന്ന സമയത്ത് ഇതിലേതെങ്കിലും നിങ്ങളുടെ കയ്യിൽ കൈത്തണ്ടയിൽ എഴുതി വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏകാഗ്രത അല്ലെങ്കിൽ മെമ്മറി പവർ അല്ലെങ്കിൽ ഫോക്കസൊക്കെ കൂട്ടാനായിട്ട് നിങ്ങൾ പഠിക്കുന്ന ടേബിൾ ഉണ്ടായിരിക്കുമല്ലോ. PSC ആയിരുന്നാലും ഇപ്പം പ്രൈവറ്റ് ജോബിന് വേണ്ട, എന്നാൽ കൂടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ടേബിൾ കാണും. അവിടെ നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിൽ എടുത്ത് വയ്ക്കുക. ആ ബോട്ടിലിന് പുറത്തായിട്ട് നിങ്ങളൊരു പേപ്പറിൽ എഴുതി ഒട്ടിക്കുക. അല്ലെങ്കിൽ ബോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതിലെഴുതി. അപ്പോൾ ഒരു പേപ്പറിൽ എഴുതി ഒട്ടിക്കുക. ഏഞ്ചൽ നമ്പറാണ് 2190. 2190. ഇത് സക്സസ്സിന് വേണ്ടിയിട്ട്. സക്സസ് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് വേണം, ഏകാഗ്രത വേണം, മെമ്മറി പവർ വേണം, എല്ലാം വേണം. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ ഒരു എക്സാം വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഈ പ്രാക്ടീസിലൂടെ. അത് എഴുതി ഒട്ടിച്ചിട്ട് എപ്പോഴും അതിൽ വെള്ളം നിറച്ച് വെച്ചേക്കുക. ആ വെള്ളം തന്നെ പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾ വിശ്വാസത്തോടു കൂടി അത് കുടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക, ഈ വെള്ളം കുടിക്കുമ്പോൾ എനിക്ക് ഏകാഗ്രതയും എനിക്ക് മെമ്മറി പവറും എനിക്ക് കോൺസെൻട്രേഷൻ, അതായത് നല്ലോണം എനിക്ക് പഠിക്കാൻ സാധിക്കും. പഠിക്കുന്നതൊക്കെ എനിക്ക് നല്ലോണം ഓർമ്മിച്ച് വയ്ക്കാൻ സാധിക്കും. എനിക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും എന്നൊക്കെ മനസ്സിൽ നിങ്ങൾ നിറയ്ക്കുക, ആ ഒരു വിശ്വാസം നിറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി ലഭിക്കുന്നു തന്നെ. നിങ്ങൾ സ്വയം വിശ്വസിക്കുക. ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാക്ടീസുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ വെളിച്ചമായിട്ട് വിജയമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.